വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ചിന്ത എന്തായിരിക്കും? അദ്ദേഹത്തിൻ്റെ മിഷൻ പ്രവർത്തനങ്ങളുടെയും വിശുദ്ധ ജീവിതത്തെക്കുറിച്ചുമായിരിക്കും അല്ലേ? എന്നാൽ ഇതിലേക്കെല്ലാം വിശുദ്ധനെ നയിച്ച സൗഹൃദങ്ങളെപ്പറ്റിയും സൗഹൃദ വലയങ്ങളെപ്പറ്റിയും നമ്മിൽ എത്ര പേർക്കറിയാം? പാരീസ് യൂണിവേഴ്സിറ്റിയിലെ തൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പാരീസ് നഗരത്തിൻ്റെ കുത്തൊഴുക്കിലേക്കും ആഡംബര ജീവിതത്തിലേക്കും വഴുതി വീഴേണ്ടിയിരുന്ന വിശുദ്ധനെ പിടിച്ചു നിർത്തിയ ഒരു ഒറ്റ ചങ്ങാതിയുണ്ട്, പീറ്റർ ഫേബർ. പിന്നീട് അദ്ദേഹം വൈദികനായും മാറി. ഈ സൗഹൃദ വലയത്തിലേക്ക് കടന്നു വന്ന സഭാചരിത്രത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു വിശുദ്ധൻ കൂടിയുണ്ട്, വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ ആത്മീയ ചിന്തകൾക്ക് ആദ്യമൊക്കെ പുച്ഛത്തോടെ മറുപടി നൽകിയ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ അവനും അവൾക്കും വിശുദ്ധനാകാമെങ്കിൽ എനിക്കെന്തുകൊണ്ട് വിശുദ്ധനായിക്കൂടാ എന്ന ചോദ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തീക്കനൽ കാട്ടി. ആ തീക്കനലാണ് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം നയിച്ചത്. ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് ഫലം എന്നായിരുന്നു പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ചിന്ത. ആ ചോദ്യത്തിന് ദൈവം ഉത്തരം നൽകിയെന്ന വണ്ണം അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ നൂറ്റാണ്ടുകൾക്കപ്പുറവും ഇന്നും ആ ഭൗതിക ശരീരം അക്ഷയമായി ഭൂമിയിൽ നിലകൊള്ളുന്നു. വിശുദ്ധമായ സൗഹൃദങ്ങൾ ഇന്നിൻ്റെ നൂറ്റാണ്ടിൻ്റെ ആവശ്യകതയാണല്ലോ. സൗഹൃദങ്ങൾ വിശുദ്ധമാകട്ടെ. ഈശോയെ അറിയാനും ഈശോയിലേക്ക് അടുക്കുന്നതുമാകട്ടെ നമ്മുടെ ഓരോ സൗഹൃദങ്ങളും.